മലയാള സിനിമയുടെ എവർഗ്രീൻ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയുടെ നായികമാരായി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചവർ ഏറെയാണ്. അതിൽ ചിലർ പ്രേക്ഷകരുടെ ഇഷ്ടജോഡികളായും മാറി. എന്നാൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മകളായും ഭാര്യയായും അമ്മയായും അഭിനയിച്ച ഒരു തെന്നിന്ത്യൻ താരസുന്ദരിയുണ്ട്. അത് മറ്റാരുമല്ല, ബാലതാരമായി എത്തി പിന്നീട് തെന്നിന്ത്യൻ സിനിമയിലെ നായികയായി മാറിയ മലയാളികളുടെ പ്രിയങ്കരിയായ മീനയാണ്. വ്യത്യസ്ത സിനിമകളിലാണെങ്കിലും ഈ 3 വേഷങ്ങളും നടനോടൊപ്പം അഭിനയിച്ചതിന്റെ ബഹുമതി മീനയ്ക്ക് സ്വന്തമാണ്. 6-ാം വയസ്സിൽ ബാലതാരമായി എത്തിയ മീന ശിവാജി ഗണേശന്റെ നെഞ്ചങ്ങൾ എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ചു. വളരെ പെട്ടെന്നു തന്നെ രജനീകാന്ത്, കമൽഹാസൻ, വിജയകാന്ത് തുടങ്ങിയ താരങ്ങളോടൊപ്പം മീന അഭിനയിച്ചു. 1984-ൽ PG വിശ്വംഭരന്റെ ഒരു കൊച്ചു കഥ ആരും പറയാത്ത കഥ എന്ന ചിത്രത്തിലൂടെയാണ് മീന മലയാളത്തിലേക്ക് അരങ്ങേറ്റം കുറിച്ചത്. ചിത്രത്തിൽ മമ്മൂട്ടിയുടെ മകളായാണ് നടി അഭിനയിച്ചത്. വർഷങ്ങൾക്കു ശേഷം നായികയായി തിരിച്ചെത്തിയ മീന തെന്നിന്ത്യൻ സിനിമയിലെ നിറസാന്നിധ്യമായി മാറി. നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമാകാനും മീനയ്ക്ക് സാധിച്ചു. 2001-ൽ മലയാള ചിത്രത്തിലെത്തിയ നടി വിനയന്റെ രാക്ഷസ രാജാവ് എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായിരുന്നു. പിന്നീട് കറുത്ത പക്ഷികൾ, കഥ പറയുമ്പോൾ തുടങ്ങിയ മമ്മൂട്ടി ചിത്രങ്ങളിലും മീന ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. 2014-ൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്ത നോവലായ ബാല്യകാലസഖി ചലച്ചിത്രമാക്കിയതിൽ അവർ വീണ്ടും ഒന്നിച്ചഭിനയിച്ചു. എന്നാൽ ബാല്യകാലസഖിയിൽ മീന മമ്മൂട്ടിയുടെ അമ്മയായാണ് അഭിനയിച്ചത്. ചിത്രത്തിൽ മമ്മൂട്ടി ഇരട്ട വേഷത്തിൽ എത്തിയതിനാൽ തന്നെ നടന്റെ ഭാര്യയായും അമ്മയായും മീന അഭിനയിച്ച ചിത്രം കൂടിയാണിത്. സംവിധായകൻ സിബി മലയിലിന്റെ സാന്ത്വനം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ നായികയായി എത്തിയ മീന മോഹൻലാലിന്റെ വർണ്ണക്കാഴ്ചകൾ, ഒളിമ്പ്യൻ ആന്റണി ആന്തം, മിസ്റ്റർ ബ്രഹ്മചാരി, നാട്ടുരാജാവ്, ഉദയനാണ് താരം, ചന്ദ്രോത്സവം, മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, ബ്രോഡാഡി, ദൃശ്യം തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അഭിനയിച്ചു. സംവിധായകൻ ജിത്തു ജോസഫിന്റെ ദൃശ്യം 3 ആണ് മീനയുടെ ഏറ്റവും പുതിയ പുറത്തിറങ്ങാനുള്ള ചിത്രം ഈ വർഷം ഏപ്രിലിൽ തിയേറ്ററുകളിലെത്തും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.